ആയിഷയുടെ സങ്കല്പത്തിലുള്ള ഹസ്ബൻഡ് പ്രിയനെ പോലെ ഹൈറ്റും വെയിറ്റും ഉള്ള ആളാണെങ്കിൽ കൈലാഷ് സാറിനെ പോലുള്ള ഒരാളാ എന്റെ സങ്കല്പത്തില്. സോഫ്റ്റായ പൂച്ചക്കുട്ടിയെ പോലുള്ള ഒരാള്. അങ്ങനെയുള്ളവര് നല്ലോണം സ്നേഹിക്കും. പാറുവിന്റെ സങ്കല്പത്തിലോ? അത് ഞാൻ പറയാം. അയാൾക്ക് മുഖമില്ല, ശബ്ദമില്ല, സ്വന്തമായിട്ടൊരു പേര് പോലും ഇല്ല. ഒരു കള്ളപ്പേര് മാത്രമേ ഉള്ളൂ, ഗന്ധർവനെന്ന്. ശരിയല്ലേ പാറു? ഗന്ധർവനെന്ന് കേട്ടതും പെണ്ണിന് നാണം വന്നു. നിന്റെ ആഗ്രഹവും കൃഷ്ണ ഭഗവാൻ നടത്തി തരും. അതൊക്കെ വിട്, ഇത് നിങ്ങൾക്കാ. ഇത് മീരയ്ക്ക്, ഇത് ആയിഷയ്ക്ക്, ഇത് ജെന്നിഫർ, ഇതെനിക്ക്. എന്താ ഇത്? എടുത്ത് നോക്ക്. ഇത് കോസ്റ്റ്ലി ആണല്ലോ. നിനക്ക് എവിടുന്ന് ഇത്രയും കാശ്? ഇത് ഞാൻ വാങ്ങിയതല്ല, പിന്നെ കൈലാഷ് സാറ് വാങ്ങി തന്നതാ. കൈലാഷ് സാറോ? എന്തിന്? കൈലാഷ് സാർ ചോദിച്ചപ്പോ ഞാൻ മീരയുടെ നമ്പർ കൊടുത്തിരുന്നു. ഹലോ കൈലാഷ് സാർ. ഹലോ മീര. പാർവതിയുടെ കയ്യിൽ ഞാൻ മീരയ്ക്കും ആയിഷയ്ക്കും ജെന്നിഫറിനുള്ള ഓണക്കോടി കൊടുത്തയച്ചിരുന്നു. കിട്ടിയോ? കിട്ടി സാർ. നിങ്ങൾ 4 പേരും ഓണത്തിന് വീട്ടിൽ പോകുന്നില്ലെന്ന് പാർവതി പറഞ്ഞു. കമ്പനി വക ഓണം സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെയാ. നിങ്ങളെ ക്ഷണിക്കാനാണ് ഞാൻ വിളിച്ചത്. വരണം. വരാം സാർ. ജെന്നിഫറിനൊന്ന് ഫോൺ കൊടുക്കാമോ? ഞാൻ കേൾക്കുന്നുണ്ട് കൈലാഷ് സാർ. സാറ് ക്ഷണിച്ചതല്ലേ, ഞാൻ തീർച്ചയായും വരും. ആയിഷ? ഞാനും കേൾക്കുന്നുണ്ട് സാർ, ഞാനും വരും. താങ്ക് യു. അപ്പൊ നാളെ കാണാം. ഞങ്ങളെയും വിളിക്കണമെന്ന് നീ കൈലാഷ് സാറിനോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നിങ്ങളില്ലാതെ എനിക്കെന്താ ആഘോഷം?